സീസൺ 7ന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായി ഹൗസിലേക്ക് കടന്നുവന്ന റെന ഫാത്തിമ 50 ദിവസത്തെ മത്സരം പൂർത്തിയാക്കി പുറത്തു വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും തരംഗമാവുകയാണ്. ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും റെനയുടെ പേര് ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. പ്രത്യേകിച്ചും അവരുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചും ആലിബുമായുള്ള ബന്ധത്തെക്കുറിച്ചുമാണ് ചർച്ചകൾ. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം റെനയുടെ കാമുകനായ ആലിബ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. എന്റെ കള്ളിപ്പൂങ്കോയിൽ തിരിച്ചെത്തി, മസ്താനി സുഖമല്ലേ എന്ന അടിക്കുറിപ്പോടെയാണ് ആലിബ് ചിത്രം പങ്കുവച്ചത്. ഇത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് സഹ മത്സരാർത്ഥിയായ മസ്താനി റെനയോട് പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് ആരാധകർ വിലയിരുത്തുന്നത്. റെന പുറത്തു വരുമ്പോൾ ആലിബും കുടുംബവും അംഗീകരിക്കില്ലെന്നും ഉപേക്ഷിക്കുമെന്നും മസ്താനി പറഞ്ഞിരുന്നു. ഇത് കേട്ട് റെന ഒരുപാട് കരയുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ ആലിബ് ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. ഇപ്പോൾ റെന പുറത്തു വന്നതിന് ശേഷം ഒറ്റവാക്കിൽ മസ്താനിക്കുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ആലിബ്. കോഴിക്കോട് സ്വദേശിനിയായ റെന ഫാത്തിമ ഒരു യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടാണ് റെന സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്നത്. ആ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും റെന ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സജീവമായ റെനയ്ക്ക് വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഫാഷൻ വ്ലോഗുകളും ഡെയിലി വ്ലോഗുകളുമായി റെന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു. വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണയും റെനയ്ക്ക് ലഭിച്ചു. +1 വിദ്യാർത്ഥിനിയായിരിക്കുമ്പോഴാണ് റെന ആലിബുമായി പ്രണയത്തിലാകുന്നത്. അവരുടെ പ്രണയം തമാശയായി കൊണ്ടുപോകാൻ റെനയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രണയം വീട്ടിൽ തുറന്നു പറയുകയും വീട്ടുകാർ ബന്ധം അംഗീകരിക്കുകയും ചെയ്തു. വിവാഹം ഉറപ്പിച്ചതിനു ശേഷം ആലിബും റെനയുടെ വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇരുവരും ഒരുമിച്ച് മണാലിയിലേക്ക് നടത്തിയ യാത്രയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ബിഗ് ബോസിലേക്ക് റെനയെ ക്ഷണിച്ചത് അവരുടെ യുവത്വവും വ്യക്തമായ നിലപാടുകളും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും പരിഗണിച്ചാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ റെനയ്ക്ക് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. കുറഞ്ഞത് 50 ദിവസമെങ്കിലും ഹൗസിൽ നിന്ന് മത്സരിച്ചതിന് ശേഷം മാത്രമേ താൻ പുറത്തിറങ്ങൂ എന്ന് റെന പറഞ്ഞിരുന്നു. റെനയുടെ വാക്ക് അത് സത്യമായി. കൃത്യം 50 ദിവസം പൂർത്തിയായി കഴിഞ്ഞാണ് റെന പുറത്തായത്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ റെനയെ സ്വീകരിക്കാൻ കോഴിക്കോട് വിമാനത്താവളത്തിൽ അമ്മയും സഹോദരിയും ആലിബുമെല്ലാം എത്തിയിരുന്നു. തന്റെ പ്രിയപ്പെട്ടവനെ കണ്ട സന്തോഷത്തിൽ റെന ഓടി വരുന്നതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ ഈ ദൃശ്യങ്ങൾ വലിയ വിമർശനങ്ങൾക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. മകളെ കാണാൻ കാത്തിരുന്ന ഉമ്മയെ പോലും പരിഗണിക്കാതെ റെന ആദ്യം പോയതും കെട്ടിപ്പിടിച്ചതും ആലിബിനെ ആയിരുന്നു. ഇത് വിമർശകരുടെ കണ്ണിൽ വലിയൊരു തെറ്റായി മാറി. ഈ പ്രവൃത്തിയെ മകളെ കാത്തിരുന്ന ഉമ്മയെ അഭിമാനിച്ചതിന് തുല്യമായി എന്ന് ചിലർ വിമർശിച്ചു. എന്നാൽ ഈ വിമർശനങ്ങളെ റെനയുടെ ആരാധകർ ശക്തമായി പ്രതികരിച്ചു. ഒരു മകൾക്ക് കാമുകനോടുള്ള സ്നേഹം അമ്മയോടുള്ള സ്നേഹത്തിന് മുകളിൽ വെക്കാൻ കഴിയില്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഒരു വ്യക്തിക്ക് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കൂടാതെ ബിഗ് ബോസ് ഹൗസിലിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ റെന സംസാരിച്ചിരുന്നതും ആലിബിനെ കുറിച്ച് തന്നെയായിരുന്നു. ഹൗസിനകത്തെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ആലിബിൽ നിന്ന് ലഭിച്ച മാനസിക പിന്തുണയ്ക്ക് റെന പലപ്പോഴും വാചാലയായിരുന്നു. ആലിബിനോടുള്ള പ്രത്യേക അടുപ്പം റെനയുടെ ഈ പ്രവൃത്തിയെ സാധൂകരിക്കുന്നതാണ്. ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോകൾ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മാത്രമല്ല, അവരുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും പുറത്തു കൊണ്ടുവരുന്നു. റെനയുടെ കാര്യത്തിലും അത് സംഭവിച്ചു. കാമുകനോടുള്ള അവരുടെ അഗാധമായ സ്നേഹവും ആലിബിന്റെ പ്രതികരണവും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരു പുതിയ കാഴ്ചപ്പാടാണ് നൽകിയിരിക്കുന്നത്. റെനയുടെ ജീവിതത്തിലെ ഈ തുറന്ന സമീപനം യുവതലമുറയ്ക്ക് ഒരു മാതൃകയാകുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും റെന ഫാത്തിമയുടെ ആരാധകരെല്ലാം സജീവമാണ്. തങ്ങളുടെ പ്രിയ താരം ബിഗ് ബോസ് ഹൗസിൽ നടത്തിയ പ്രകടനം, അവർ നേരിട്ട വെല്ലുവിളികൾ, സഹ മത്സരാർത്ഥികളുമായുള്ള ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. ബിഗ് ബോസ് ഷോയുടെ ഒരു പ്രധാന ആകർഷണം തന്നെ ഈ ചർച്ചകളും വിവാദങ്ങളുമാണ്. റെനയെ സംബന്ധിച്ചിടത്തോളം ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചത് അവരുടെ ജനപ്രീതിയുടെ തെളിവാണ്. ഒരു റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥി എന്നതിനപ്പുറം തന്റെ നിലപാടുകളും വ്യക്തിത്വവും തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ റെന ഫാത്തിമയെ പലരും അഭിനന്ദിക്കുന്നുണ്ട്. വിമർശനങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവാണ് ഒരു പൊതു വ്യക്തിക്ക് ആവശ്യം. റെനയുടെ ഈ യാത്ര സമൂഹം എങ്ങനെ വിലയിരുത്തുന്നു എന്നത് കാത്തിരുന്ന് തന്നെ കാണാം.